എല്ലാവർക്കും നമസ്കാരം. സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു 28 PYQ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവാലുവേഷൻ ഓഫ് മലയാളം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? AC ശേഖർ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആരംഭിച്ച വർഷം എന്നാണ്? 1972. കോട്ടയത്ത് നിന്ന് ബെഞ്ചമിൻ ബെയ്ലി പ്രസിദ്ധീകരിച്ച മാസിക ജ്ഞാനനിക്ഷേപം. കരിക്കുട്ടി എന്ന നാടകം ആരുടേത്? കാവാലം നാരായണ പണിക്കർ. മഞ്ജുതരം എന്ന ആത്മകഥ ആരുടേത്? ഹൈദരലി. പാരമ്പര്യ ഫോക്ലോർ വക്താക്കൾ ആരെല്ലാം? ജേക്കബ് ഗ്രിമ്മും വിൽഹഡ് ഗ്രിമ്മും. ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജോൺ തോംസ്. വാമൊഴിയിലൂടെയുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ മുഴുവൻ ഫോക്ലോർ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞത് ആരാണ്? BA ബോട്ട്കിൻ. കല്ലടിക്കോടൻ സമ്പ്രദായം ചിട്ട ആവിഷ്കരിച്ചത് ആര്? വെള്ളാട്ടു ചാത്തുപണിക്കരും കോട്ടയത്ത് തമ്പുരാനും. വാങ്മയിൽ എന്ന സന്ധികാര്യം വിവരിക്കാൻ ലീലാതിലകം നൽകുന്ന സൂത്രം ഏതാണ്? ലോ നോ. ലീലാതിലകം കണ്ടെടുത്തത് PV കൃഷ്ണവാര്യർ. ലീലാതിലകം ആദ്യം പ്രസിദ്ധീകരിച്ചത് മംഗളോദയം മാസിക. അലങ്കാര സംക്ഷേപത്തിൻ്റെ പ്രതിപാദന രീതി കാരിക. ഉദാഹരണം ലക്ഷണ സമന്വയം. ചോദ്യം: ഏതു ഭാഷയുടെ വ്യാകരണ കാര്യങ്ങളാണ് ലീലാതിലകം ചർച്ച ചെയ്യുന്നത്? കേരള ഭാഷ. സമൃദ്ധോകാരത്തെ പരാമർശിച്ച ആദ്യ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? ലീലാതിലകം. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമേത്? യുക്തിവാദി. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതം. ള എന്ന അക്ഷരം ഏതു വിഭാഗത്തിൽ പെടുന്നു? ദ്രാവിഡ മധ്യമം. ദന്ത്യാക്ഷരം ഏത്? ദ. പൂർവ കേരള ഭാഷ ആരുടെ കൃതി? KM പ്രഭാകര വാര്യർ. എപ്പിക് തിയേറ്ററിൻ്റെ ഉപജ്ഞാതാവ് ആര്? N കൃഷ്ണപിള്ള. തായ് വേരിനാൽ എന്ന രചന എഴുതിയത് ആര്? സെറീന. എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുതിത് മറ്റൊന്നിൻ പകർപ്പെന്നു മാത്രം ആരുടെ വരികളാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കല്യാശ്ശേരി തീസിസ് എന്ന രചന എഴുതിയതാര്? അബിൻ ജോസഫ്. അഭിനയത്തേക്കാൾ നൃത്തത്തിന് ഏറെ പ്രാധാന്യമുള്ള കലാരൂപം ഏതാണ്? കൃഷ്ണനാട്ടം. നല്ല മലയാളം രചന ആരുടെ കൃതിയാണ്? CV വാസുദേവ ഭട്ടതിരി. ശ്വാസി, നാദി, ഭേദത്തിനു കാരണം, സ്വരതന്ത്രികളുടെ കമ്പനം. മലയാള സിനിമയും സാഹിത്യവും ആരുടെ ബുക്കാണ്? മധു ഇറവങ്കര. ഈ ഒരു 28 ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന് ആവർത്തിച്ചൊന്ന് പഠിച്ച് പോകണമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.